ശ്രീഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ധതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഭഗവത്ഗീത പഠനം 2-ാമത്തെ അധ്യായത്തിൽ 30-ാമത്തെ ശ്ലോകം വരെ നമ്മൾ എത്തിയിരുന്നു. ഇടയ്ക്ക് കഴിഞ്ഞ ആഴ്ച അല്പം ബ്രേക്ക് എടുക്കേണ്ടതായിട്ട് വന്നു. വീണ്ടും തുടർച്ചയായിട്ട് ആഴ്ചയിൽ 2 ദിവസമെങ്കിലും 2 ദിവസം മുതൽ 4 ദിവസം വരെ ചെയ്യണമെന്ന് താല്പര്യമുണ്ട്. ചുരുങ്ങിയത് 2 ദിവസമെങ്കിലും ചെയ്യണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മൾ 2-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആദ്യം അർജുനന്റെ വിഷാദവും അർജുനൻ ഭഗവാന് ശരണാഗതി ചെയ്യുന്നതും കണ്ടു. യുദ്ധക്കളത്തിലെത്തിയ അർജുനൻ ആശയക്കുഴപ്പത്തിലെത്തി. അദ്ദേഹത്തെ ദുഃഖവും മോഹവും കാരണം തൻ്റെ കർത്തവ്യം നിർവഹിക്കാൻ അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു. ആ അവസ്ഥയിലാണ് അദ്ദേഹം ഗുരുവിനെ അഥവാ ഭഗവാനെ ഗുരുവായി സ്വീകരിച്ച് ഉപദേശം അഭ്യർത്ഥിക്കുന്നു. അതാണല്ലോ കാർപ്പണ്യദോഷോ ഭഗത സ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതഃ യശ്രേയസ്സ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാൻ ത്വാം പ്രപന്നം. ഞാൻ അങ്ങയോട് പ്രപന്നഭാവത്തിൽ ശരണാഗതി ചെയ്തുകൊണ്ട് അങ്ങയോട് ചോദിക്കുന്നു, എനിക്ക് എന്താണ് ശ്രേയസ്, അത് അങ്ങ് ഉപദേശിച്ചു തന്നാലും എന്ന്. ഭഗവാൻ അതിന് ഉത്തരമായിട്ട് ആദ്യം ആത്മതത്വം ഉപദേശിക്കുന്നു. അതായത് കാരണം ആരെപ്പറ്റിയാണോ അർജുനൻ ദുഃഖിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ആ ദുഃഖം ശരിയല്ല. കാരണം ആരെപ്പറ്റി ദുഃഖിക്കുന്നു അവര് നിത്യവസ്തുവാണ്, അവർ നിത്യമാണ്. പിന്നെ അവരെപ്പറ്റി എങ്ങനെ ദുഃഖിക്കാൻ സാധിക്കും? അവർക്ക് നാശമില്ലാത്തവരാണ് അവരെങ്കിൽ അവരെപ്പറ്റി എന്തിനു ദുഃഖിക്കുന്നു? അത് അർജുനന് മനസ്സിലാക്കണമെങ്കിൽ ആത്മതത്വം പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ മനോബുദ്ധികള് അല്ല യഥാർത്ഥത്തിൽ ഈ മഹാത്മാക്കള്, അങ്ങ് യുദ്ധം ചെയ്യാൻ പോകുന്ന മഹാത്മാക്കള്. ഈ ശരീരം അവരുടെ ഒരു ഉപകരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ അവര് നിത്യവസ്തുവാണ്. ആദിയും അന്തവുമില്ല, എന്നും ഉണ്ടായിരുന്നതാണ്. ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞു കൊടുക്കും. അതാണ് നമ്മൾ കണ്ടത് 11-ാമത്തെ ശ്ലോകം മുതൽ 30-ാമത്തെ ശ്ലോകം വരെ. ഇനിയും നമ്മൾ കാണാൻ പോകുന്നത് 31 മുതൽ ഉള്ള 38 വരെയുള്ള ശ്ലോകങ്ങൾ. ആ ശ്ലോകങ്ങളിൽ കർമ്മം, സ്വധർമ്മം എന്താണ്, ഒരു മനുഷ്യന്റെ കർത്തവ്യം എന്താണെന്ന് ബോധിപ്പിക്കുന്നു. അകർത്തവ്യം ചെയ്യാതിരുന്നാൽ അതിൻ്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഇതേപ്പറ്റി ബോധിപ്പിക്കുന്നു. നമ്മൾ നിർത്തിയത് ദേഹി നിത്യം അവധ്യോയം ദേഹേ സർവസ്യ ഭാരത തസ്മാ സർവാണി
ഭൂതാനി നത്വം ശോചിതുമർഹസി. പറയുന്നു, ഈ ദേഹം അനിത്യമാണ്. എല്ലാ ജീവികളുടെയും ശരീരത്തിൽ വസിക്കുന്ന ആത്മാവ് നിത്യൻ, കൊല്ലപ്പെടാൻ കഴിയാത്തവനുമാണ്. അതിനാൽ ഒരു ജീവിയെയും സംബന്ധിച്ച് നീ ദുഃഖിക്കേണ്ടതില്ല എന്ന് അദ്ദേഹം ചുരുക്കി പറഞ്ഞുകൊണ്ട് അടുത്ത ഭാഗത്തേക്ക് പോകുന്നു. 31-ാമത്തെ ശ്ലോകം ആണ് സ്വധർമ്മത്തെ പറ്റി സൂചിപ്പിക്കുന്നത്. 31 മുതൽ 38 വരെ സ്വധർമ്മത്തെ പറ്റി സൂചിപ്പിക്കുന്നു. 31-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. സ്വധർമ്മമപി ചാവേക്ഷ്യ ന വികമ്പിതുമർഹസി ധർമ്മ്യാധിയുദ്ധാശ്രേയോന്യത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. പദച്ഛേദം നോക്കാം നമുക്ക്. സ്വധർമ്മം അപേക്ഷ അവേക്ഷ്യ ന വികമ്പിതും അർഹസി ധർമ്മ്യാത് ഹി യുദ്ധാത് ശ്രേയഃ അന്യത് ക്ഷത്രിയസ്യ ന വിദ്യത്തെ. സ്വധർമ്മം നമുക്കറിയാം. സ്വധർമ്മം അവരവരുടെ ധർമ്മം, അതേപ്പറ്റി കൂടുതൽ വിവർത്തനം പിന്നെ ഉണ്ടാകും. ഇപ്പോൾ സാധാരണഗതിയിൽ അവരവരുടെ ഉത്തരവാദിത്വത്തിലുള്ള ഒന്ന് എന്ന് മനസ്സിലാക്കുക. ഒരു അധ്യാപകനാണെങ്കിൽ അധ്യാപകൻ്റെതായ ഉത്തരവാദിത്വം, ഒരു അച്ഛനാണെങ്കിൽ അച്ഛൻ്റെ ഉത്തരവാദിത്വം, ഭാര്യയ്ക്ക് ഭാര്യയുടേതായ ഉത്തരവാദിത്വം, ഇങ്ങനെ ഓരോ ഉത്തരവാദിത്തങ്ങൾ. അത് തന്നെയാണ് സ്വധർമ്മം എന്ന് തൽക്കാലത്തേക്ക് നമുക്ക് മനസ്സിലാക്കാം. സ്വധർമ്മം അപിച്ച മീൻ കൂടാതെ, അപേക്ഷ്യ പരിഗണിച്ച്. സ്വധർമ്മം അപിച്ചാപേക്ഷ്യ ന ഇല്ല എന്നർത്ഥത്തിൽ ആണ് സംസ്കൃത പദത്തിൽ ഉദ്ദേശിക്കുന്നത്. ശ്രദ്ധിക്കേണ്ട പദമാണ്. ചിലപ്പോൾ നഹ ആയി മാറാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ, ഞങ്ങൾ എന്നൊക്കെയുള്ള അർത്ഥത്തിൽ വരും. വികമ്പിതം ഭയപ്പെടുവാൻ, ചഞ്ചലനാകുവാൻ, അർഹസി അർഹനാകും. ധർമ്മ്യാത് ധർമാനുസൃതമായ, ഹി തീർച്ചയായും, യുദ്ധ്യാത് യുദ്ധത്തെക്കാൾ ശ്രേയസ് ശ്രേഷ്ഠമായത്, അന്യത് മറ്റൊന്ന് ക്ഷത്രിയന് ഇല്ല. ക്ഷത്രിയസ്യ ക്ഷത്രിയനെന്നർത്ഥം. സ്വധർമ്മമപിച്ചാപേക്ഷ്യ എന്നൊന്നിച്ച് നമ്മൾ പറയുമ്പോൾ, സ്വധർമ്മം ക്ഷത്രിയധർമ്മത്തെ സ്വന്തം ക്ഷത്രിയധർമ്മത്തെ പരിഗണിച്ചാലും എന്നർത്ഥം. ന വികമ്പിതം അർഹസി, നീ ഭയപ്പെടുകയോ ചഞ്ചലനാകുകയോ, വികമ്പിതം ചഞ്ചലനാകുക നീ ചെയ്യേണ്ടതില്ല. ധർമ്മ്യാധി യുദ്ധാ, ധർമ്മരക്ഷണത്തിന് വേണ്ടിയുള്ള യുദ്ധത്തെക്കാൾ ശ്രേയോന്യ ക്ഷത്രിയസ്യ ന വിദ്യത്തെ. ഒരു ക്ഷത്രിയനെ മറ്റൊരു ശ്രേഷ്ഠമായ കർത്തവ്യമില്ല. നമ്മൾ കേട്ടിട്ടുണ്ട് അത്. ഒരു ക്ഷത്രിയന്റെ ഉത്തരവാദിത്വം രാജ്യത്തെ സംരക്ഷിക്കുക, ധർമ്മത്തെ നിലനിർത്തുക, ഇതൊക്കെയാണ് ക്ഷത്രിയന്റെ ഉത്തരവാദിത്വം. അതിൽ നിന്ന് വ്യതിചലിച്ചാൽ അത് അധർമ്മമാണ് അവർക്ക് എന്ന്. ഓരോരുത്തരുടെയും ധർമ്മം അതുപോലെ തന്നെ. ഒരു അധ്യാപകനായി ജോലി ചെയ്യുന്ന ഒരാൾക്ക് തൻ്റെ സ്വധർമ്മം ചെയ്യാതെ ഇരുന്നാൽ അത് അധർമ്മമാണ്. അച്ഛനായി ഇരിക്കുമ്പോൾ തൻ്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ചെയ്യുന്നില്ലെങ്കിൽ അത് അധർമ്മമായി മാറുന്നു. അതുപോലെ ഓരോ ഉത്തരവാദിത്തങ്ങളും. ചുരുക്കത്തിൽ അദ്ദേഹം പറയുകയാണ്, സ്വന്തം ക്ഷത്രിയധർമ്മത്തെ പരിഗണിച്ചാലും നീ നോക്കിയാലും, നേരത്തെ പറഞ്ഞു കൊടുത്തു, ആത്മതത്വം പറഞ്ഞു കൊടുത്തു. അതായത് നീ ഇവരെ ഒന്നും യുദ്ധത്തിൽ വധിക്കുന്നതിൽ, ഇവരോട് യുദ്ധം ചെയ്യുന്നതിൽ നീ ദുഃഖിക്കേണ്ടതായ കാര്യമില്ല.
ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തു, ആത്മതത്വത്തെ ആശ്രയിച്ചുകൊണ്ട്. ഇപ്പൊ പറഞ്ഞു, അങ്ങനെയല്ല, നീ നിന്റെ സ്വധർമ്മമാണെങ്കിൽ പോലും നീ ഇവിടെ ധർമ്മം നിലനിർത്തുന്നതിന് വേണ്ടി നീ യുദ്ധം ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. കാരണം നീ ഒരു ക്ഷത്രിയനാണ്. ഒരു ക്ഷത്രിയനെ ധർമ്മരക്ഷയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നതിൽ അപ്പുറത്ത് ഒരു സത്കർമ്മമില്ല എന്ന് സൂചിപ്പിക്കുന്നു. അതുപോലെ ഇങ്ങനെയുള്ള അവസരം എപ്പോഴും കിട്ടിയെന്നിരിക്കത്തില്ല. ഇതൊരു ഉത്തമമായ അവസരം. അധാർമികളെ കണ്ടുപിടിച്ച് അവരെ ശിക്ഷിക്കണം. അതൊക്കെ വളരെയധികം പരിശ്രമമുള്ള കാര്യമാണ്. അവരെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം. അധാർമികളാണെന്ന് പൂർണ്ണമായി വിശ്വാസം ഉണ്ടാകണം. ഇതിനൊക്കെ പല പടികളുണ്ടല്ലോ. ഇവിടെ ഇതല്ല. ഇവിടെ ഇതെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന ഒന്നാണ്. അതുകൊണ്ട് ഇവിടെ അധർമ്മത്തിന് വേണ്ടി യുദ്ധം ചെയ്യാനായിട്ട് ചെയ്താൽ നിനക്ക് പുണ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ 32-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിന ക്ഷത്രിയാ പാർത്ഥ ലഭന്തേ യുദ്ധമീദൃശം. സരളമായ ശ്ലോകമാണ്. യദൃച്ഛയാ ചോപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. യദൃച്ഛയാ ച ഉപപന്നം സ്വർഗദ്വാരമപാവൃതം സുഖിനഃ ക്ഷത്രിയാഃ പാർത്ഥ ലഭന്തേ യുദ്ധം ഈദൃശം. യദൃച്ഛയാ ചോപപന്നം, യദൃച്ഛയാ ച ഉപപന്നം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ആഗ്രഹിക്കാതെ തന്നെ വന്നു ചേർന്നത്. എതിർച്ചയ, നമ്മൾ യാദൃച്ഛികം എന്നൊക്കെ പറയുമല്ലോ. എതിർച്ചയ. സ്വർഗദ്വാരം അപാവൃതം. ഇത് ഇങ്ങനെ വന്ന ഈ ഭാഗ്യം സ്വർഗത്തിലേക്കുള്ള ഒരു കവാടം തുറക്കുന്നത് പോലെയാണ്. ഈ ദൃശ്യം യുദ്ധം, ഇപ്രകാരമുള്ള ധർമ്മയുദ്ധം സുഖിനഃ ക്ഷത്രിയാഹ ലഭന്തേ, ഭാഗ്യവാന്മാരായ ക്ഷത്രിയന്മാർക്കാണ് ലഭിക്കുന്നത്. അല്ലയോ പാർത്ഥ, നീ അതുകൊണ്ട് ഈ യുദ്ധം ത്യജിക്കാൻ പാടില്ല. ആഗ്രഹിക്കാതെ വന്നു ചേർന്നതും സ്വർഗത്തിലേക്കുള്ള ആ കവാടം തുറക്കുന്നതുമായ ഇപ്രകാരമുള്ള ധർമ്മയുദ്ധം ഭാഗ്യവശാൽ കിട്ടിയതാണ്. അത് നീ സ്വീകരിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പൊ അത് വളരെ വ്യക്തമാണ്. വലിയ വലിയ അഗാധമായ ചിന്തനത്തിന്റെ ഒന്നും ആവശ്യം അവിടെ നമുക്കില്ല. ധർമ്മം സ്വധർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഏതായാലും നമുക്ക് അല്പം കൂടെ മുമ്പോട്ട് പോയ ശേഷം സ്വധർമാചരണത്തിന്റെ പ്രാധാന്യം എന്താണെന്ന്, അതിനുശേഷം നമ്മൾ കർമ്മയോഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പം വിചാരണ ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു അതിന്റെ പ്രാധാന്യം. 33-ാമത്തെ ശ്ലോകത്തിൽ അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി, അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമപാപ്സ്യസി. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതസ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപമപാപ്സ്യസി. അഥ ചേത് ത്വമിമം ധർമ്മ്യം സംഗ്രാമം ന കരിഷ്യസി തതഃ സ്വധർമ്മം കീർത്തിം ച ഹിത്വാ പാപം അവാപ്സ്യസി എന്ന് പദച്ഛേദം. അഥ ചേത്വമിമം ധർമ്മ്യം സംഗ്രാമം,
ഒന്നിച്ച് നമ്മൾ ചേർത്ത് വായിച്ചാൽ, എന്നാൽ ഈ ധർമാനുസൃതമായ യുദ്ധം കരീക്ഷസി നീ ചെയ്യാതിരുന്നാൽ, ചെയ്താൽ എന്ത് കിട്ടുമെന്ന് നേരത്തെ പറഞ്ഞു. ചെയ്താൽ നിനക്ക് സ്വർഗപ്രാപ്തി കിട്ടും, ധാരാളം പുണ്യം കിട്ടും. അങ്ങനെയുള്ള പുണ്യം അവസരം വളരെ എപ്പോഴും കിട്ടിയെന്നിരിക്കത്തില്ല. അതുകൊണ്ട് നീ യുദ്ധം ചെയ്യണം. ഇനി ചെയ്യാതിരുന്നാലോ, ഇങ്ങനെയുള്ള അവസരം വരുമ്പോൾ ധർമ്മയുദ്ധം ചെയ്യാതിരുന്നാലോ ക്ഷത്രിയൻ എന്ത് സംഭവിക്കും? തതഃ സ്വധർമ്മം കീർത്തിഞ്ച ഹിത്വ, സ്വന്തം ധർമ്മവും കീർത്തിയും ഉപേക്ഷിച്ചിട്ട് നീ പാപത്തെ പ്രാപിക്കും. നിനക്ക് അകീർത്തി വരും, നീ പാപം അനുഭവിക്കും. പാപവും പുണ്യവും ഒക്കെ എന്താണെന്ന് കുറെ കൂടെ നമുക്ക് വിചാരണ ചെയ്യാൻ ശ്രമിക്കാം. സരളമായ അർത്ഥമായതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് വിചാരിക്കുന്നു. 34-ാമത്തെ ശ്ലോകത്തിൽ, 2-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം. അകീർത്തിം ചാവിഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിർ മരണാദതിരിച്യതേ. അകീർത്തിം ചാവിഭൂതാനി കഥയിഷ്യന്തി തേ വ്യയാം സംഭാവിതസ്യ ചാകീർത്തിഃ മരണാദതിരിച്യതേ. അകീർത്തിം ച അപി ഭൂതാനി കഥയിഷ്യന്തി തേ അവ്യയാം സംഭാവിതസ്യ ച കീർത്തിം ച മരണാദതിരിച്യതേ. അകീർത്തിം ചാഭിഭൂതാനി എന്തായിരിക്കും? അകീർത്തി ച അഭിഭൂതാനി, ജനങ്ങൾ നിന്റെ അപകീർത്തിയെക്കുറിച്ച് കഥയിഷ്യന്തി തേ അവ്യയാം, വളരെ ധാരാളം കാലം അവർ നിന്നെപ്പറ്റി അകീർത്തി പറഞ്ഞുകൊണ്ടിരിക്കും ജനങ്ങൾ. നീ ഇവിടുന്ന് യുദ്ധം ചെയ്യാൻ വന്നു, ധർമ്മയുദ്ധം ചെയ്യേണ്ട നീ ഇവിടുന്ന് ഓടിപ്പോയി, പേടിച്ചുപോയി. അഹന്തയും മമതയും കാരണവശാൽ ഇങ്ങനെ നിനക്ക് ധാരാളം അകീർത്തി കിട്ടും. അവിടെയും സാമാന്യമായ അർത്ഥം. മുമ്പോട്ട് പോകാം. ഭയാദ്രണാദു പരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാശസി ലാഘവം. ഭയാദ്രണാദു പരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതോ ഭൂത്വാ യാശസി ലാഘവം. ഭയാദ്രണാദുപരതം മംസ്യന്തേ ത്വാം മഹാരഥാഃ യേഷാം ച ത്വം ബഹുമതഃ ഭൂത്വാ യാശസി ലാഘവം. ഇതായിരിക്കും പറയുന്നത് ഭയാദ്രണാദുപരതം. ഭയാദ്രണാദുപരതം എന്ന് പറഞ്ഞാൽ ഭയം കാരണം നീ യുദ്ധത്തിൽ നിന്ന് പിന്മാറരുത്. അങ്ങനെ പിന്മാറിയെന്ന് ജനങ്ങൾ വിചാരിക്കും. നിനക്ക് ഭയം, നിന്റെ ഭയം എന്തുകൊണ്ട്? യുദ്ധം ചെയ്യാനുള്ള ഭയമല്ല. നിന്റെ ഭയം എന്താണ്? തൻ്റെ ഗുരുക്കന്മാരെ, തൻ്റെ ബന്ധുക്കളെ വധിക്കേണ്ടതായിട്ടിരിക്കുന്നല്ലോ, അതാണ് നിന്റെ ഭയം. എന്നാൽ ജനങ്ങൾ അങ്ങനെ വിചാരിക്കത്തില്ല. നിനക്ക് യുദ്ധം ചെയ്യാൻ ഭയമാണെന്ന് വിചാരിക്കും. മംസ്യന്തേ ത്വാം മഹാരഥാഃ. അങ്ങനെയായാൽ മഹാരഥന്മാരെല്ലാം എന്ത് കരുതുന്നതിനെ പറ്റി? യേശാം ചത്വം ബഹുമതോ ഭൂത്വാ, ആരുടെയെല്ലാം ഇടയിൽ നീ വളരെ ആദരിക്കപ്പെട്ടവനായിരിക്കുന്നു. നീ അവരുടെ മുമ്പിൽ യാസ്യസി ലാഘവം, അവരുടെ മുമ്പിൽ നീ അവമാനിക്കപ്പെടും.
നീ ഭയം കാരണം യുദ്ധത്തിൽ നിന്ന് പിന്മാറിയെന്നാണ് മഹാരഥന്മാർ കരുതുന്നത്. ആരുടെ എല്ലാം ഇടയിൽ നീ വളരെ ആദരിക്കപ്പെട്ടവനായിരിക്കുന്നുവോ അവരുടെ മുമ്പിൽ നീ നിസ്സാരനും അവമാനീയമായി മാറിയിരിക്കുന്നു. അവാച്യ വാദാം ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർഥ്യം തദോ ദുഃഖതരം नु किम्. അവാച്യ വാദാം ച ബഹൂൻ വദിഷ്യന്തി തവാഹിതാഃ നിന്ദന്തസ്തവ സാമർഥ്യം തദോ ദുഃഖതരം नु किम्. അവാച്യ വാദാൻ ച ബഹൂൻ വദിഷ്യന്തി തവ അഹിതാഃ നിന്ദന്തഃ തവ സാമർഥ്യം തതഃ ദുഃഖതരം नु किम्. അവാച്യവാദാം ച ബഹൂൻ, അതായത് പറയാൻ പാടില്ലാത്ത അനേകം നിന്ദവാക്കുകൾ. വദിഷ്യന്തി തവാഹിതാഃ, നിന്റെ ശത്രുക്കൾ പറയും നിന്നെ പറ്റി. നിന്ദന്തസ്തവ സാമർഥ്യം, നിന്റെ കഴിവിനെയും ശക്തിയെയും അവർ നിന്ദിക്കും. തതോ ദുഃഖതരം नु किम्, അതിനേക്കാൾ ദുഃഖം നിനക്ക് എന്താണുള്ളത്? നിന്റെ ശത്രുക്കൾ പറയാൻ പാടില്ലാത്ത അനേകം നിന്ദാവാക്കുകൾ പറയുകയും നിന്റെ കഴിവിനെയും വീര്യത്തെയും അപഹരിക്കുകയും അപഹസിക്കുകയും ചെയ്യും. അതിനേക്കാൾ ദുഃഖകരമായ മറ്റെന്താണ് നിനക്കുള്ളത്? ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം അഥോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുദ്ദിഷ്ട കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം തസ്മാദുദ്ദിഷ്ട കൗന്തേയ ഉത്തിഷ്ഠ കൗന്തേയ യുദ്ധായ കൃതനിശ്ചയഃ. ഉത്തിഷ്ഠ എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക എന്നത്. ഹതോ വാ പ്രാപ്സ്യസി സ്വർഗം, അതായത് ഹത എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ഹത വാ പ്രാപ്സ്യസി സ്വർഗം, നീ മരിച്ചേക്കാം യുദ്ധത്തിൽ. അങ്ങനെ മരിക്കുകയാണെങ്കിലും സംഭവിക്കുന്നു, ധാർമ്മികമായി യുദ്ധം ചെയ്ത യോദ്ധാവ് യുദ്ധം ചെയ്ത് മരിക്കുമ്പോൾ സ്വർഗം പ്രാപിക്കുമെന്നാണ് നമ്മുടെ ശാസ്ത്രം, സനാതന ധർമ്മത്തിൽ ശാസ്ത്രം പറഞ്ഞു തന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? നീ സ്വർഗം പ്രാപിക്കും, നീ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട. ഇനി അതല്ല, ജിത്വാ വാ ഭോക്ഷ്യസേ മഹീം, ജയിച്ചിട്ടു നിനക്ക് എന്ത് കിട്ടും? ഭൂമിയിൽ രാജ്യം ഭരിക്കാൻ നിനക്ക് രാജാവായി. അതുകൊണ്ട് തസ്മാത് ഉത്തിഷ്ഠ കൗന്തേയ, ഉത്തിഷ്ഠ, നീ എഴുന്നേക്ക്. അല്ലയോ കുന്തിപുത്ര, കൗന്തേയ കുന്തിപുത്ര, കുന്തിയുടെ പുത്രൻ ആയതുകൊണ്ട് കൗന്തേയ എന്ന പേര്. ധൃതരാഷ്ട്രപുത്രൻ ആയതുകൊണ്ട് ധാർത്തരാഷ്ട്രന്മാർ എന്ന പേര്. ചുരുക്കത്തിൽ, യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ നീ സ്വർഗം പ്രാപിക്കും, ജയിച്ചാൽ നീ രാജ്യം അനുഭവിക്കും. അതുകൊണ്ട് ഹേ കുന്തിപുത്ര, നീ യുദ്ധം ചെയ്യാനുള്ള ഉറച്ച തീരുമാനത്തോടുകൂടി എഴുന്നേൽക്കുക. യുദ്ധം ചെയ്താൽ നിനക്ക് വലിയ ശ്രേയസ് കിട്ടും. അഥവാ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിനക്ക് ധാരാളം അപമാനം സംഭവിക്കും. പിന്നെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു വലിയ പരിശ്രമം ആവശ്യമാണല്ലോ ഇവിടെ. അതേപ്പറ്റി സൂചിപ്പിക്കുകയാണ്. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാ ജയൗ തതോ യുദ്ധായ യുജ്യസ്വ
നൈവം പാപമപാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയൗ തതോ യുദ്ധായ യുജ്യസ്വ നൈവം പാപമപാപ്സ്യസി. പറയുകയാണ്, സുഖദുഃഖേ സമേ കൃത്വാ ലാഭാലാഭോ ജയാജയൗ തതഃ യുദ്ധായ യുജ്യസ്വ ന ഏവം പാപം അവാപ്സ്യസി. സുഖദുഃഖേ സമേ കൃത്വ. ഇനി മുമ്പോട്ട് ധാരാളം ഈ പദത്തെ പറ്റി ഇപ്പോൾ അധികം ഉള്ളിലേക്ക് ചിന്തനം ആവശ്യമില്ല. അർജുനന് സാമാന്യമായ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ പറയുക. എന്നാൽ മുമ്പോട്ട് സ്ഥിതപ്രജ്ഞഭാവത്തെ പറ്റി പറയുമ്പോൾ അവിടെ ഈ സുഖദുഃഖ സമയകൃത്വ വളരെ മറ്റൊരർത്ഥത്തിൽ നമ്മൾ പറയുക. ഇവിടെ സുഖത്തെയും ദുഃഖത്തെയും സമമായി കണ്ടുകൊണ്ട് സാമാന്യമായ അർത്ഥം, അതിനുള്ള കാര്യമൊക്കെ പറഞ്ഞു തന്നു. അതായത് നീ എത്ര പരിശ്രമിച്ച് ഇവരെയൊക്കെ രക്ഷിക്കാൻ തീരുമാനിച്ചാലും രക്ഷപ്പെടാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാവർക്കും മരണം സംഭവിക്കും. കാര്യം ശരീരമാണ്, അനിത്യമാണ്. അതുകൊണ്ട് ജനിച്ചപ്പോൾ മറ്റേ അവരെ മരിക്കും എന്നുള്ളത് തീരുമാനമാണ്. ജനിച്ചവരെല്ലാം മരിക്കും, അത് തന്നെ. അതുകൊണ്ട് സുഖദുഃഖേ സമയകൃത്വ, സുഖദുഃഖവും സമമായി കണ്ടുകൊണ്ട് ലാഭാലാഭവും, നിനക്ക് ലാഭം കിട്ടിയെന്നിരിക്കും. ലാഭം എന്താണ്? ലാഭം കിട്ടിയ രാജ്യം. ഇനിയും നഷ്ടമായാൽ തടുത്ത് നഷ്ടമാകുന്നില്ല, നീ സ്വർഗം പ്രാപിക്കും. ജയാജയവും, ജയിക്കുകയോ ജയിക്കാതിരിക്കുകയോ ഇവിടെ നിനക്ക് മറ്റൊന്നുമില്ല. തതഃ യുദ്ധായ യുജ്യസ്വ, തതോ യുദ്ധായ യുജ്യസ്വ, തതഃ യുദ്ധായ യുജ്യസ്വ. നീ ഒരു കാര്യം ചെയ്യ്, അതുകൊണ്ട് നീ യുദ്ധം ചെയ്യുക. നീ അതുകൊണ്ട് ഇവിടെ യുദ്ധം ചെയ്യുക എന്ന് പറയുന്നതിന് ഒരു ന്യായവുമില്ല. ചുരുക്കത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നു, നിനക്ക് യാതൊരു ന്യായവും പറയാനില്ല ഇവിടെ. ഞാൻ ആത്മതത്വം പറഞ്ഞു തന്നു, ദുഃഖിക്കേണ്ടതായിട്ടില്ല. നീ ഇവരെല്ലാം ആത്മാവ് മാത്രമാണ്, ശരീരമല്ല എന്ന് ഞാൻ ബോധിപ്പിച്ചു. അതിൽ നിന്റെ ദുഃഖമെല്ലാം മാറുന്നു. എന്നാൽ അങ്ങനെയല്ല നിനക്ക്. അത് പൂർണ്ണമായി ഗ്രഹിക്കാൻ ഇതേവരെ സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ ആത്മതത്വം. പക്ഷെ എന്നാൽ പോലും ക്ഷത്രിയന് കിട്ടിയ നിന്റെ സ്വധർമ്മം ഉണ്ടല്ലോ. ക്ഷത്രിയൻ ചെയ്യേണ്ടതല്ലേ ധർമ്മയുദ്ധം? ചെയ്താൽ നിന്ന് സംഭവിക്കുന്നു, സ്വർഗം പ്രാപിക്കുന്നു. ചെയ്യാതിരുന്നാൽ സംഭവിക്കുന്നു, നീ നരകം പ്രാപിക്കുന്നു. ഇനിയും ജയിച്ചാൽ നീ രാജ്യം ഭരിക്കാൻ സാധിക്കുന്നു. മരിച്ചാൽ ക്ഷത്രിയന് മരണമെന്ന് പറയുന്ന സ്വർഗമാണ്. ധർമ്മയുദ്ധം ചെയ്യുമ്പോൾ കിട്ടുന്നത് സ്വർഗപ്രാപ്തിയാണ്. അവിടെയും കുഴപ്പമില്ല. യുദ്ധം ചെയ്താൽ നിനക്ക് കീർത്തി കിട്ടും, ചെയ്യാതിരുന്നാൽ അകീർത്തി കിട്ടും. ഇങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ശരി, നിനക്കിവിടെ യുദ്ധം ചെയ്യാതിരിക്കാനുള്ള യാതൊരു അവകാശവുമല്ല. അതുകൊണ്ട് നീ എഴുന്നേറ്റ് യുദ്ധം ചെയ്യുക എന്ന് ഭഗവാൻ സൂചിപ്പിക്കുക. 39ാമത്തെ ശ്ലോകം. ഏഷാ തേ ഭിഹിതാ സാഖ്യേ ബുദ്ധിയോഗേ തിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഇനിയും മുതൽ അല്പം കൂടെ ശ്രദ്ധയോട് നമ്മൾ പഠിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഏഷാ തേ ഭിഹിതാ സാഖ്യേ ബുദ്ധിർയോഗേ തിമാം ശൃണു ബുദ്ധ്യാ യുക്തോ യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. ഏഷാ തേ അഭിഹിതാ സാഖ്യേ ബുദ്ധിയോഗേ തു ഇമാം ശൃണു ബുദ്ധ്യാ യുക്തസ്യയാ പാർത്ഥ കർമ്മബന്ധം പ്രഹാസ്യസി. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഏഷാധേ ഭിഹിതാ സാഖ്യേ ബുദ്ധി. ആത്മതത്വജ്ഞാനത്തെ സംബന്ധിച്ച ഈ വിവേക ബുദ്ധി നിനക്ക് ഞാൻ ഉപദേശിച്ചു തന്നു. ആത്മതത്വം എന്താണ്? സ്വധർമ്മം എന്താണ്? സ്വധർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതൊക്കെ ഞാൻ നിനക്ക് വിവരിച്ചു തരുന്നു. യോഗേ തുമാം ശൃണു, ഇനിയും നീ കർമ്മയോഗത്തെ സംബന്ധിച്ച ഉപദേശം നീ കേൾക്കൂ. ബുദ്ധിയാ യുക്തോ യയാ പാർത്ഥ, അല്ലയോ പാർത്ഥ, ഏതൊരു സമത്വ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചാൽ
കർമ്മബന്ധം കർമ്മബന്ധം പ്രഹാശസി, നീ കർമ്മബന്ധത്തിൽ നിന്ന് മോചിതനാകുന്നു. അത് ഞാൻ ഉപദേശിച്ചു തരാം. ചുരുക്കത്തിൽ ആത്മാവിന്റെ യഥാർത്ഥ സ്വഭാവത്തെ സംബന്ധിച്ച് ജ്ഞാനം ഇതുവരെ നിനക്ക് ഞാൻ ഉപദേശിച്ചു തന്നു. ഇനിയും കർമ്മയോഗത്തെ സംബന്ധിച്ച ഉപദേശം നീ കേൾക്കുക. അല്ലയോ പാർത്ഥ, നീ സമത്വ ബുദ്ധിയോടുകൂടി പ്രവർത്തിച്ചാൽ എന്ത് സംഭവിക്കുന്നു? കർമ്മബന്ധത്തിൽ നിനക്ക് മോചിതനാകും. ഇനിയും ഭഗവാൻ പറയാൻ പോകും. അല്പം ചിന്തനം നമുക്ക് ചെയ്യാം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ്. ഇവിടെ നമുക്ക് അർജുനന് പറഞ്ഞു കൊടുത്തു, അങ്ങ് യുദ്ധം ചെയ്യുക അങ്ങയുടെ സ്വധർമ്മമാണ്. യുദ്ധം ചെയ്യുക, യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗപ്രാപ്തി കിട്ടും. യുദ്ധം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ, സ്വധർമ്മം ആചരണം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നരകപ്രാപ്തി കിട്ടും. യുദ്ധം ചെയ്താൽ കീർത്തി ഉണ്ടാകും, ചെയ്തില്ലെങ്കിൽ അകീർത്തി ഉണ്ടാകും. ഇങ്ങനെ ചില ലൗകികമായ വിഷയങ്ങളെപ്പറ്റി, അനുഭവങ്ങളെപ്പറ്റി ഒക്കെ സംസാരിച്ച് എന്നിട്ട് ഇപ്പൊ പറയുന്നു, ഞാൻ നിനക്ക് കർമ്മയോഗം ഉപദേശിച്ചു തരാം. എന്തിന്? യുദ്ധം ചെയ്ത് കീർത്തി കിട്ടാൻ പോരായോ? അല്ലെങ്കിൽ യുദ്ധത്തിൽ തോറ്റു കഴിഞ്ഞാൽ സ്വർഗലോകത്ത് പോകും ഏതായാലും. അപ്പോൾ അത് പോരായോ? പിന്നെ എന്ത്? സാധാരണ ജനങ്ങൾക്ക് ഉള്ള സംശയം തന്നെയാണ്. ഞാൻ ഒരു നല്ലവനായി ജീവിച്ചാൽ പോരെ? ഈ ചോദ്യം പലപ്പോഴും കേൾക്കാറുണ്ട്. ഞാനൊരു ദുഷ്ടനല്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കുകയില്ല, ഞാൻ മോഷണമില്ല, മോഷ്ടിക്കുകയില്ല, സ്വന്തം കാര്യം സ്വന്തം പരിശ്രമത്തോടുകൂടി ഞാൻ ജീവിക്കുന്നു, വേണ്ട സഹായങ്ങൾ സാധുക്കള് കൊടുക്കുന്നു, ക്ഷേത്രങ്ങളിലും മറ്റ് സാമൂഹ്യ സ്ഥലങ്ങളിലും പോയി വേണ്ട രീതിയിൽ ഇടപെടുകയും ധനം കൊടുത്ത് സഹായിക്കുകയും ഒക്കെ ചെയ്യും ഞാൻ. അപ്പോൾ സ്വയം ഞാനൊരു നല്ലവൻ തന്നെ അല്ലേ? സ്വയം ചിന്തിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. സത്യമാണ് അല്ലേ? ദുഷ്ട മനുഷ്യർ ധാരാളമുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നവരും മോഷണം ചെയ്യുന്നവരും. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ സാധാരണ ജനങ്ങൾ ഉത്തമമായ ജീവിതം നയിക്കുന്നു. ഭഗവാൻ ഇതേവരെ പറഞ്ഞു കൊടുത്തത് അങ്ങനെയുള്ളവർക്ക് കിട്ടുന്ന അനുഭവങ്ങളാണ്. ഇന്ന് സ്വർഗപ്രാപ്തി, അഥവാ ചെയ്തില്ലെങ്കിൽ നരകപ്രാപ്തി, ധാരാളം കീർത്തി അല്ലെങ്കിൽ അകീർത്തി, രാജ്യസുഖം, ഇതേപ്പറ്റിയൊക്കെ പറഞ്ഞു കൊടുത്തു. ഇതല്ലേ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? സുഖമായി ജീവിക്കുക. ഇതല്ലേ മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം? പിന്നെ കർമ്മയോഗം എന്തിന്? ശ്രദ്ധേയമായി മനസ്സിലാക്കേണ്ടതാണ്. അതായത് ചിന്തിക്കുക, ശാസ്ത്രം ഉപദേശിക്കുന്നതിന് ഉപരിയായിട്ട് സ്വയം ചിന്തിച്ചാൽ മനസ്സിലാക്കും, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിക്കെല്ലാം, ഏതൊരു പ്രവൃത്തി ചെയ്താലും അതിന് ഫലമുണ്ട് എന്നുള്ളത് സംശയമില്ല. ഒരാളെ തുറിച്ച് നമ്മൾ നോക്കി, നമ്മുടെ മുഖത്ത് അല്പം ദേഷ്യത്തോടു കൂടി നോക്കിയാൽ നമുക്കത് അതുപോലെ തിരിച്ചു കിട്ടും എന്നുള്ളതിൻ്റെ യാതൊരു സംശയമുണ്ട്. ചിലപ്പോൾ ഇരട്ടിച്ച് തിരിച്ചു കിട്ടും. ഒരാളുടെ നേർക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അതിൻ്റെ അനുഭവം കിട്ടുമെന്നറിയാം. ഏത് പ്രവൃത്തിക്കാണ് ഫലമില്ലാതെ വരിക? ഏത് പ്രവൃത്തിക്കാണ് നമുക്ക് ആ പ്രവൃത്തിയുടെ ഫലം കിട്ടാതെ വരിക? എപ്പോഴും പ്രവൃത്തിയുടെ ഫലം നന്മയായിരിക്കാം, ചീത്തയായിരിക്കാം. ഒരാൾ സഹായിക്കുമ്പോൾ, സാമ്പത്തികമായാലും ശരീരം കൊണ്ടായാലും തന്നെ ബുദ്ധി കൊണ്ടായാലും ഒരാളെ സഹായിച്ചാൽ അവര് ഒരു നന്ദി പ്രകടിപ്പിക്കും, തീർച്ചയായിട്ടും, സ്വാഭാവികമായിട്ടും. അപ്പോൾ ഏത് രീതിയിൽ നമ്മൾ നോക്കിയാലും
ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും അവിടെ കർമ്മഫലം ഉണ്ട് എന്നർത്ഥം. സുനിശ്ചിതമാണ് കർമ്മഫലം. ഇത് നമ്മുടെ വേദാന്ത ശാസ്ത്രത്തിൽ മാത്രമല്ല, മറ്റു ദർശനങ്ങളിൽ പോലും, അതായത് പൂർവ്വമീമാംസയിൽ മാത്രമല്ല ഈ കർമ്മഫലത്തെ പറ്റി പറയുക. ഉത്തരമീമാംസ കർമ്മഫലത്തെ പറ്റി പറഞ്ഞു തരുന്നു. ഉപനിഷത്തുകൾ കർമ്മഫലത്തെ പറ്റി പറയുന്നു. ഭഗവത്ഗീതയിൽ അതിൽ വിസ്തരിച്ച് ഭഗവാൻ ഇപ്പം പറയാൻ പോകുന്നു. അപ്പോൾ പൂർവ്വമീമാംസയിൽ കർമ്മം ചെയ്യുമ്പോൾ സ്വർഗപ്രാപ്തി കിട്ടുന്നു. സ്വർഗപ്രാപ്ത്യർത്ഥമാണ് യാഗാദി കർമ്മങ്ങൾ ചെയ്യുന്നത് പോലും. അവിടെയും ഫലമുണ്ട്. തന്റെ സ്വധർമ്മം ചെയ്യുമ്പോൾ അവിടെ ഫലമുണ്ട്. ഇത് ഉത്തരമീമാംസയും പൂർവ്വമീമാംസയും അംഗീകരിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ, അതുപോലെ തന്നെ ഷഡ്ദർശനങ്ങളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. സാഖ്യദർശനവും യോഗദർശനവും ന്യായദർശനവും വൈശേഷിക ദർശനവും ഇത് അംഗീകരിക്കുന്നു. ഇതാണല്ലോ ഷഡ്ദർശനങ്ങൾ. ഇനിയും ദർശനങ്ങൾ മാത്രമാണോ? ഇത് ആസ്തിക ദർശനങ്ങളെ പറ്റിയല്ലേ പറയുന്നത്. ഇനി നാസ്തിക ദർശനങ്ങളുണ്ടല്ലോ, അവിടെയോ? അതിൽ ചാർവാക ദർശനം എന്നുണ്ട്. അത് ജീവിക്കുക, സുഖമായി ജീവിക്കുക, മരിക്കുക, അതിനപ്പുറത്തൊരു ചിന്ത അവർക്ക് ഇല്ല എന്നാണ് തോന്നുക. അവിടെ കർമ്മഫലം പ്രാധാന്യമല്ല എങ്കിൽ ബുദ്ധമതം, ജൈനമതം, സിഖ് മതം ഇതൊക്കെ നാസ്തിക ദർശനമായി കരുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവിടെയും കരുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ന് പറയാൻ കാര്യം യഥാർത്ഥത്തിൽ നാസ്തിക ദർശനമാണോ എന്ന് സൂക്ഷ്മമായി പറയാനായിട്ട് സാധിക്കത്തില്ല. അവിടെയെങ്ങും അത് വേദത്തെ ആശ്രയിച്ചൊരു ദർശനമല്ല എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ഭഗവാനെ അംഗീകരിക്കാതെ, ഒരു നിത്യസത്യത്തെ അംഗീകരിക്കാതെ, അനിത്യമായ ഈ ജഗത്തിൽ ഒരു നിത്യവസ്തു ഉണ്ട്, അത് മാറ്റം വരാത്തതാണ് എന്ന് അംഗീകരിക്കാതെയാണോ അവരുടെ സിദ്ധാന്തങ്ങൾ ഇന്ന് നമ്മൾ സൂക്ഷ്മമായി ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഏതായാലും ആ ദർശനങ്ങൾ പോലും കർമ്മബന്ധം ചെയ്യുന്ന പ്രവൃത്തിക്ക് ഫലം ഉണ്ട് എന്ന് ആ ദർശനങ്ങൾ പോലും വ്യക്തമാണ്. ഒരു പന്തെടുത്ത് നമ്മൾ നമ്മുടെ നേരെയുള്ള ഭിത്തിയിലേക്ക് എറിയുമ്പോൾ അത് തീർച്ചയായിട്ടും തിരിച്ചു വരും. അതുപോലെ തന്നെ ഏതൊരു കർമ്മം ചെയ്യുമ്പോഴും ആ ഫലം നമുക്ക് തിരിച്ചു കിട്ടേണ്ടതായിട്ടിരിക്കുന്നു. പക്ഷെ ഒരു പ്രശ്നം മാത്രം, അതായത് ഈ കർമ്മഫലം വരുമ്പോൾ അല്പം താമസിച്ചെന്നിരിക്കാം. ചിലത് ദൃഷ്ടഫലം അദൃഷ്ടഫലവുമാകാം. ഉടനെ തന്നെ കിട്ടുന്നത് ദൃഷ്ടഫലം, ചിലപ്പോൾ ഫലം അദൃഷ്ടഫലമാകാം. അത് താമസിച്ചാണ് വരിക. വരുമ്പോൾ ഞാനിവിടെ ഇല്ലെങ്കിലോ? എൻ്റെ ശരീരം ഇവിടെ ഇല്ല, അത് നശിച്ചു പോയി. എൻ്റെ സ്ഥൂല ശരീരം നശിച്ചു പോയി. എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അത് ഈ സൂക്ഷ്മ ശരീരത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും അത് വരും, സംശയമൊന്നുമില്ല. അപ്പോൾ ഏതൊരു കർമ്മം ചെയ്തു കഴിഞ്ഞാലും അതിന് ഫലം അനുഭവിക്കേണ്ടതായിട്ടിരിക്കുന്നു. ഈ സ്ഥൂല ശരീരം ഉള്ളപ്പോഴനുഭവിക്കുമോ? അതല്ല, ഈ സ്ഥൂല ശരീരമല്ല മറ്റൊരു സ്ഥൂല ശരീരം കിട്ടുമ്പോഴാകുമോ? അതറിയില്ല നമുക്ക്. അത് എപ്പോഴാണ് ഇത് വരിക എന്നനുസരിച്ചിരിക്കും. അപ്പോൾ കർമ്മം ചെയ്യുന്ന കർമ്മം ഫലം ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് വിചാരിക്കേണ്ട. സത്പ്രവൃത്തിയാണെങ്കിൽ നല്ല അനുഭവം,
ദുഷ്പ്രവൃത്തിയാണെങ്കിൽ അതുപോലുള്ള അനുഭവം. അതുകൊണ്ട് കർമ്മഫലത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കത്തില്ല. കർമ്മഫലം കിട്ടി സംശയമൊന്നുമില്ല. ഈ കർമ്മഫലം നല്ലതുമാകാം, ചീത്തയുമാകാം, നമുക്കിഷ്ടമുള്ളതാകാം, ഹിതമാകാം, അല്ലാത്തതാകാം, പ്രിയമാകാം, അല്ലാത്തതാകാം, ഇങ്ങനെയൊക്കെ വരാം. ചെയ്യുന്ന പ്രവൃത്തി അനുസരിച്ചിരിക്കുക. അങ്ങനെ ഏത് സമയത്ത് ഈ കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ടിരിക്കുന്നോ ആ സമയത്ത് ശരീരം എടുക്കേണ്ടതായിട്ടിരിക്കുന്നു ആ കർമ്മഫലം അനുഭവിക്കാനായിട്ട്. ശരീരം എടുക്കുന്നതിന് മറ്റൊരു രഹസ്യമുണ്ട്. കർമ്മഫലം മാത്രമല്ല, ജന്മജന്മാന്തരങ്ങളായി നമ്മളുടെ ജീവിത രീതി അനുസരിച്ച് ഒരു സ്വഭാവം നമ്മൾ കെട്ടിപ്പടുത്തിട്ടുണ്ട്, അഥവാ ഒരു വാസന നമ്മളുടെ ഉണ്ടായിട്ടുണ്ട്. ആ വാസനയ്ക്ക് അനുസൃതമായി ആ വാസന നശിക്കുന്നിടം വരെ ആ വാസന അനുഭവിക്കാൻ ഒരു ശരീരം എടുക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഈ ശരീരം വീണ്ടും ജനിക്കാനുള്ള കാര്യം. അതായത് കർമ്മഫലം അനുഭവിച്ചേ പറ്റത്തുള്ളൂ. നല്ല കർമ്മമാണേലും സത്കർമ്മമാണെങ്കിലും ദുഷ്കർമ്മമാണെങ്കിലും അനുഭവിച്ചേ പറ്റത്തുള്ളൂ. അപ്പോൾ പുനർജന്മമുണ്ട്. അത് കാരണം കാര്യം ഏത് കർമ്മത്തിനാണ് കർമ്മഫലം ഇല്ലാത്തത്? കർമ്മഫലമില്ലാത്ത കർമ്മമേ ഇല്ല. അപ്പോൾ ആ കർമ്മഫലം അനുഭവിക്കാൻ ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണമല്ലോ. അപ്പോൾ ശരീരം ഉണ്ടായിരിക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കിയെടുത്ത വാസന അതനുഭവിക്കാൻ വേണ്ടി എനിക്ക് വീണ്ടും ജനിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ വാസനയും കർമ്മഫലവും ചേർന്നിട്ട് നമുക്ക് എപ്പോഴും അഥവാ ഈ ശരീരം പോയി കഴിഞ്ഞാലും ശരി വീണ്ടും ജനിക്കേണ്ടതായിട്ടിരിക്കുന്നു. എന്തിന്? ഈ കർമ്മഫലവും വാസനയും അനുഭവിക്കാൻ വേണ്ടി. ഇത് ഏത് ശരീരമാണെന്ന് നമുക്കറിയില്ല. അത് നമ്മുടെ വാസനയും കർമ്മഫലവും അനുസരിച്ചിരിക്കും. ഈ തത്വം വളരെയധികം ശ്രദ്ധേയമായി ഇരിക്കേണ്ടതാണ്. അടുത്ത അടുത്ത ഭാഗത്തിലേക്ക് പോകുമ്പോൾ, അധ്യായമല്ല, അടുത്ത കർമ്മയോഗം ഭഗവാൻ പഠിപ്പിക്കാൻ പോകുന്നു. കർമ്മയോഗത്തിന് പോകുന്നതിന് മുമ്പ് ഈ ചിന്തനം നമുക്ക് ആവശ്യമാണ്. അടുത്ത സെഷനിൽ തുടക്കത്തിൽ തന്നെ വീണ്ടും ഇതേപ്പറ്റി ഒന്നുകൂടെ വിചാരണം ചെയ്ത ശേഷം നമുക്ക് അടുത്ത ഭാഗം, അതായത് ഭഗവാൻ ഇനി കർമ്മയോഗം പഠിപ്പിക്കാൻ പോകുന്നു, ആ കർമ്മയോഗത്തെ പറ്റി നമുക്ക് കുറച്ചുകൂടി വിചാരണം ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ സെഷൻ ഇതോടെ നമുക്ക് നിർത്താം. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.